KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് MLA ചുമതലയേൽക്കുകയാണ്. ഇന്ദിരാഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ അദ്ദേഹത്തിന് ചുമതല കൈമാറും. UDF കൺവീനറായി അടൂർ പ്രകാശും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥും AP അനിൽകുമാറും ഷാഫി പറമ്പിലും ചുമതല ഏറ്റെടുക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിക്ക് പുറമെ പ്രവർത്തക സമിതി അംഗങ്ങളും മുൻ PCC അധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി പുളിക്കൽ ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു മലയോര കർഷകന്റെ പുത്രൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുന്നു. അത് വളരെ സന്തോഷം. കാരണം മലയോര കർഷകരിൽ നിന്ന് ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടീമിന് കൂടുതൽ കഴിച്ചത് ആശ്വസിക്കാം. ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കുഗ്രാമത്തിൽ 1.5 മണിക്ക് അവിടെ കൂടിക്കുന്ന ജനങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന KSUക്കാരൻ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവായ സണ്ണി ജോസഫിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ആ ഉളിക്കൽ ഗ്രാമത്തിൽ നിന്നാണ് സണ്ണി പടിപടിയായി വളർന്ന് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസാന വാക്കായ KPCC പ്രസിഡന്റായി മാറിയിരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ കാലത്തെയും കരുത്തുറ്റ നേതാവ്, ആദർശ രാഷ്ട്രീയത്തിന്റെ ഉടമ, ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി, മുൻ KPCC പ്രസിഡന്റ്, മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗം AK ആന്റണിയുടെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുന്നതിന് വേണ്ടി KPCC ഓഫീസിലേക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനും ഉപദേശ നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾ ഈ ടീം കടപ്പെട്ടിരിക്കും. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പിൻഗാമിയായി വന്ന ആളിനെ കുറിച്ച് എന്താണ് പറയുക? വളരെ നല്ല ആളല്ലേ, വലിയ ജനപിന്തുണയുള്ള ആളല്ലേ. ഞാൻ കിടന്ന് റോൾ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. ഞാൻ ഈ പാർട്ടിക്കകത്തല്ലേ, മുൻ പ്രസിഡന്റ് അല്ലേ. പദവിയേക്കാൾ പ്രധാനം ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ എന്ത് പ്രതികരിക്കാൻ? ഞാനൊരു സ്ഥിരം പ്രതികാരി അല്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് പറയാൻ തയ്യാറല്ല. KPCCയുടെ പുതിയ ടീം എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലെൻഡാണ്. പരിചയസമ്പന്നതയുടെയും യുവത്വത്തിന്റെയും ഒരു വലിയ ബ്ലെൻഡ്. അത് കേരളത്തിൽ കോൺഗ്രസിന് തിരികെ വരാൻ ഏറെ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം 2 യൂത്ത് കോൺഗ്രസ് KSU പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വന്ന ആളുകൾ തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സണ്ണി വക്കീലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏറെ പക്വമതിയായ രാഷ്ട്രീയ പ്രവർത്തനം കണ്ണൂരിന്റെ മണ്ണിൽ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ പുതിയ ടീമിന് എല്ലാവിധ ആശംസകളും നേരാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. KPCCക്ക് പുതിയ മുഖമായിരിക്കുകയാണ്. KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് MLAയും KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ് MLA, AP അനിൽകുമാർ MLA, ഷാഫി പറമ്പിൽ MP എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശ് MPയും സ്ഥാനമേറ്റിരിക്കുന്നു. KPCC ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. AICC ജനറൽ സെക്രട്ടറി AC വേണുഗോപാൽ MPയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും ആദരണീയായ ദേശീയ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ശ്രീമതി ദീപദാസ് മുൻഷി. KPCC extends the warm welcome to Honorable Deepadas Munshi, the in-charge of Kerala Pradesh Congress Committee. ആദരണീയനായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, മുൻ KPCC പ്രസിഡന്റ്, മുൻ പ്രതിപക്ഷ നേതാവ്, ബഹുമാനായ ആദരണീയനായ കേരളത്തിലെ ജനമനസ്സിൽ സ്ഥാനം പിടിച്ച ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ഈ യോഗത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം, ഏറ്റവും ആദരണീയനായ കോൺഗ്രസിന്റെ പാർലമെന്ററി പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ബഹുമാനീയനായ ശ്രീ കുടിക്കുന്നിൽ MP അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. മുൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, മുൻ KPCC പ്രസിഡന്റ് ആദരണീയനായ ശ്രീ K മുരളീധരൻ MP അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ആദരണീയനായ മുൻ KPCC പ്രസിഡന്റ്, കേരളത്തിലെ ജനമനസ്സുകളിൽ സ്ഥാനം പിടിച്ച ആദരണീയനായ ശ്രീ VM സുധീരൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ആദരണീയനായ മുൻ KPCC പ്രസിഡന്റും UDFന്റെ
മുൻ കൺവീനറുമായ ഏറ്റവും ആദരണീയനായ ശ്രീ MM ഹസൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിയുക്ത UDF കൺവീനർ ആറ്റിങ്ങലിന്റെ ജനനായകൻ കേരളത്തിലെ കരുത്തരായ കോൺഗ്രസ് നേതാവ് ശ്രീ അടൂർ പ്രകാശ് MP അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായിരുന്ന പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് KSU പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം നൽകിയ ശ്രീ PC വിഷ്ണുനാഥ് MLA അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആദരണീയനായ വണ്ടൂരിന്റെ ജനനായകൻ ശ്രീ MP അനിൽകുമാർ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ വടകരയുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി KPCC വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ MP അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി ശ്രീ VK അറിവഴകൻ ശ്രീ VK അറിവഴകൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ റോജി ജോൺ MLA ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദരണീയരായ മുൻ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ ശ്രീ TN പ്രതാപൻ ശ്രീ P സിദ്ദീഖ് എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദരണീയരായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങൾ, KPCCയുടെ വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, MLAമാർ, MPമാർ, KPCC നിർവഹണ സമിതി അംഗങ്ങൾ, പോഷകരണ സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും KPCCക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിർത്തട്ടെ. ജയിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ K സുധാകരൻ MP അവർക്ക് ചോദിച്ചു. അടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 2021 അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 2021 KPCC അധ്യക്ഷനായി എത്തിയത് മുതൽ ഇന്ന് ആ ചുമതല ഒഴിയുന്നതുവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താനും സമരോത്മുഖമായ സമരമാർഗത്തിലൂടെ കൂടുതൽ ജനകീയമാക്കാനും എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ പിന്തുണയും എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഞാൻ അധ്യക്ഷനായിരുന്ന കാലയളവിൽ നിയമസഭാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടാൻ നമുക്ക് സാധിച്ചിരുന്നു. നിങ്ങൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ട്, വിയർപ്പൊഴുക്കി ജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി വോട്ട് വാങ്ങി ആ നിലയിലേക്ക് കോൺഗ്രസിനെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നത് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചാരിതാർത്ഥ്യത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. തിരഞ്ഞെടുപ്പുകളിൽ തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചു. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും CPMന്റെ ഭൂരിപക്ഷം അവരുടെ കോട്ടയിലെ കുത്തനെ കുറക്കാൻ എനിക്ക് തോന്നുന്നു 20,000 വോട്ടാ 40,000 വോട്ടായിരുന്നു ആദ്യത്തെ ഭൂരിപക്ഷം. അത് 13,000-ലേക്ക് താഴ്ത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. നിർഭാഗ്യത്തിനാണ് നമ്മുടെ സഹോദരി എന്നവിടെ പരാജയപ്പെട്ടത് എന്ന് ഞാൻ ഓർക്കുകയാണ്. നമ്മൾ